അടുത്തതായി പുലിക്കുട്ടി ദേവസ്ഥാനത്ത് ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലും 6ാമത്തെ വർഷമായ ഈ വർഷം നമ്മൾ നവാഹ യജ്ഞമാണ് നടത്തപ്പെടുന്നത്. ഈ 5 സപ്താഹ യജ്ഞങ്ങളിലും ഈ വർഷത്തെ ദേവി ഭാഗവത നവാഹ യജ്ഞത്തിലും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ബ്രഹ്മശ്രീ പള്ളിപ്പാട് ശിവദാസൻ സ്വാമികളാണ്. അദ്ദേഹത്തെയും ഭക്തി ആദരവോടുകൂടി ഈ ആധ്യാത്മിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുന്നതിനായി പുലിക്കുട്ടിൽ കുടുംബാംഗമായ ശ്രീ ചന്ദ്രശേഖരൻ നായർ സരോവരം അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. വിശിഷ്ട വ്യക്തികളായ സാമൂഹ്യ പ്രവർത്തകനായ നമുക്കെല്ലാം പരിചിതരായ 2 പേരാണ്. ഒന്ന് സാമൂഹ്യ പ്രവർത്തകനാണ് ശ്രീ കരുമാടി മോഹനൻ. അദ്ദേഹത്തെയും പുലിക്കുട്ടിൽ ദേവസ്ഥാനത്തിൻ്റെ പേരിൽ ആദരവോടുകൂടി ഈ ആധ്യാത്മിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നതിനായി ശ്രീ ഗോപിനാഥൻ നായർ ചെറുവള്ളിത്തറ അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണ നമസ്തുതേ മഹാദേവി നമഃ. ഈ വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ ശ്രീ ഹരിദാസ് പുലിക്കൂട് സ്വാഗതം ആശംസിച്ച ശ്രീജിത്ത് കിഷോർ ആൻഡ് കവിത കർത്താമ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന പണ്ഡിതനായ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളിപ്പാട് ശിവദാസൻ സ്വാമി അവർകൾ, കൂടാതെ ആശംസ പ്രസംഗം നടത്താനെത്തിയിരിക്കുന്ന ശ്രീ സോമൻ കെ തിരുവാതിര SNDP ശാഖ, ശ്രീ ഹരിദാസ് ഓമന വേരൻ മഹാസ, ശ്രീ ചന്ദ്രകുമാർ ഹരിചന്ദനം NSS കരുമാൻ. കൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഭഗവത് സ്വരൂപികൾക്കും ഈ പറഞ്ഞത് കൂടാതെയുള്ള എല്ലാ വിശിഷ്ടരും അതിവിശിഷ്ടരുമായ എല്ലാവർക്കും സർവനിയാമികയായ ഭഗവതിയുടെ അനുഗ്രഹമാണ്. വളരെ ധന്യമായ ഒരു മുഹൂർത്തമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാം കൊണ്ടും പ്രകൃതിയുടെ അനുഗ്രഹം മഴയായി ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ ആ ചൂടിനെയൊക്കെ അകറ്റി ഒരു ശാശ്വതമായ സമാധാനം. ഇപ്പം ഞാനും ചേട്ടനും പറയുകയുണ്ടായി, പ്രകൃതി തരുന്ന സുഖമൊന്നു വേറെയാണ്. അതെത്ര കൃത്രിമമായ ജീവിതം നമ്മൾ സുഖം ആസ്വദിച്ചാലും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സുഖം അതിന് വർണ്ണിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും പ്രകൃതി അനുഗ്രഹിച്ചിരിക്കുന്ന
ഒരു സമയത്താണ് നമ്മുടെ നവാഹയജ്ഞം ഇവിടുന്ന് സമാരംഭിക്കുന്നത്. അതിൻ്റെ ഭദ്രദീപ പ്രകാശനമാണ് ഇപ്പം നടന്നത്. സർവനിയാമയും പരാത്പരിയും പരാശക്തിയുമായ ദേവിയുടെ തിരുസന്നിധാനത്ത് ഇനി അങ്ങോട്ട് 9 ദിവസം നാളെ മുതൽ ഇവിടെ മാറുകയാണ്. സാധാരണ ഒരു സ്ഥലമല്ലിത്. സാക്ഷാൽ ദേവിയുടെ വാസസ്ഥലമായ മണിദ്വീപമായി മാറുകയാണ്. ആ അമ്മയുടെ അനുഗ്രഹം എല്ലാം കൊണ്ടും നമുക്കെല്ലാവർക്കും ഉണ്ടാകുകയും ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിന് ഒക്കെ കാരണമായി ഭവിക്കുന്ന ഒരു ചടങ്ങാണ് നാളെ മുതൽ സമാരംഭിക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം. നിങ്ങൾ ഓരോരുത്തരും ഇത് പല പ്രാവശ്യം കേട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും. നവാഹയജ്ഞത്തിലൂടെ നമുക്ക് മനസ്സിലാകാൻ പോകുന്ന കഥകൾ നിരവധിയാണ്. മറ്റിതര പുരാണങ്ങളിലൊന്നുമില്ലാത്തതിൽ ഉപരിയായിട്ട് ദേവീഭാവത്തിലെ കഥകൾ വളരെ പ്രത്യേകതയുള്ളതാണ്. കോടാനുകോടി അവതാരങ്ങൾ കൈക്കൊള്ളുന്ന അമ്മയുടെ അവതാര വിശേഷങ്ങളും അമ്മയുടെ ലീലാവിലാസങ്ങളും ശത്രു സംഹാര കർമ്മങ്ങളും ഭക്തരക്ഷയും അധർമ്മ നിഗ്രഹവും ധർമ്മരക്ഷയും അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇനി നമ്മൾ കേൾക്കാനിരിക്കുകയാണ്. അമ്മ ആര്, അമ്മയുടെ മഹത്വം എന്തുവാണ്, ഓരോ അവതാരത്തിലും ദേവിയുടെ സവിശേഷതകൾ സവിസ്തരം വർണ്ണിക്കുന്ന പുരാണമാണ് ദേവി ഭാഗവതം. അത് കേൾക്കണമെന്നും അത് മനസ്സിലാക്കണമെന്നും വിചാരിച്ചു വേണം നമ്മളിവിടെ വന്നിരിക്കാൻ. സമസ്ത പാപങ്ങളും വേർപെട്ടു പോകുന്ന ഒരു വലിയ പുണ്യ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇന്നലെ വരെ എന്തെല്ലാം പാപങ്ങൾ ചെയ്തിരുന്നാലും ഈ ദേവി ഭാഗവതം കേട്ട് കഴിയുമ്പോൾ ഈ പാപങ്ങളൊക്കെ മാറി നമുക്ക് മോക്ഷം കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എങ്കിൽ മാത്രമേ ഇവിടെ ഇരുന്ന് നമ്മൾ വീട്ടിലിരുന്ന് കേട്ടാൽ പോരുത്. ഈ വേദിയിൽ തന്നെ വന്നിരുന്നു കൊണ്ട് ശ്രദ്ധയോടുകൂടി ആ ഓരോ കഥകളും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവിടെ പാരായണം ചെയ്യുകയും കഥകൾ പറയുകയും ചെയ്യുമ്പോൾ നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളെ എഴുതിയെടുത്ത് നമ്മുടെ തലമുറയിലൂടെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് എന്തെല്ലാം നമുക്കുണ്ടായാലും എത്ര ധനമുണ്ടായാലും സുഖവും സമാധാനവും ഒരു വീട്ടിലും ഇല്ല. ഉള്ളവൻ്റെ വീട്ടിലും ഇല്ലാത്തവൻ്റെ വീട്ടിലും ഒന്നൊരു സുഖവുമില്ല, സമാധാനമില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കുന്ന അവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ്. ഒരു ശാശ്വതമായ ഒരു ജീവിതത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. ഓരോ നിമിഷം കഴിയുന്തോറും നമ്മൾ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല ദീർഘായുസിലോട്ട് പോവുകയല്ല, ഓരോ സെക്കൻഡ് കഴിയുന്തോറും മരണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവരെ ദ്രോഹിക്കുവാനും മാതാപിതാക്കളെ ഉപദ്രവിക്കുവാനും കുഞ്ഞുങ്ങളെ തകർക്കാനും ഭാര്യമാരെ തൊഴിക്കുവാനും ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കുവാനും ഇങ്ങനെ നിരവധി ദുഃഖങ്ങളാണ് ഓരോ ഭവനത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ മാറ്റി നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ ഇതുപോലുള്ള യജ്ഞങ്ങളിലൂടെ മാത്രമേ സാധിക്കൂ. അതിനായിട്ട് വേണം നമ്മൾ കഷ്ടപ്പെടുവാൻ. ഇതുപോലുള്ള പുരാണപാരായണം നടക്കുന്ന സ്ഥലങ്ങളിൽ ക്ഷണിക്കാതെ തന്നെ അവിടെ ചെന്ന് അതിൽ പങ്കുകൊള്ളുകയും അത് കേൾക്കുകയും ചെയ്യുന്നത് ഒരു മനുഷ്യജന്മത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സുഖമാണ്. 84 ലക്ഷം ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. എത്രയോ നികൃഷ്ടങ്ങളും അല്ലാത്തതുമായ ജീവിതങ്ങൾ
പക്ഷികളും പട്ടികളും മൃഗങ്ങളും മരങ്ങളും ഒക്കെ ആയിട്ട്, കൃമികളും കീടങ്ങളും ഒക്കെ ആയിട്ട് നിരവധി ജന്മങ്ങൾ നമ്മൾ ചെയ്തു പോയ പാപകർമ്മക്ക് അനുസൃതമായിട്ട് നമ്മൾ ഓരോ ജന്മങ്ങളിലൂടെ ഈ ദുഃഖങ്ങളെല്ലാം അനുഭവിച്ച് ആണ് അവസാനം ഈ മനുഷ്യജന്മം കിട്ടുന്നത്. ഇത് മറ്റുള്ളവനെ ഉപദ്രവിക്കുവാനോ മദ്യപിച്ച് വീട്ടിലും നാട്ടുകാർക്ക് ഉപദ്രവകാരിയായി മാറാനോ കണ്ടവനെ ചതിക്കാനോ ഒന്നുമുള്ളതല്ല. ഇത് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു ജന്മമാണ് ഈ മനുഷ്യജന്മം. അത് പാഴാക്കി കളഞ്ഞാൽ ഇനി ഒരു ജന്മം കിട്ടും എന്നുള്ള വിചാരിക്കുവാൻ പാടില്ല. നമ്മൾ ഓരോ വീട്ടിലും ചെന്ന ഓരോ ഇനത്തിലുള്ള ദുഃഖമാണ്. ചികിത്സിച്ചാൽ പോലും ഭേദമാകാത്ത അസുഖങ്ങളാണ്, രോഗങ്ങളാണ് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര വലിയ ശാസ്ത്രങ്ങൾ കണ്ടുപിടിച്ചാൽ പോലും പ്രകൃതി ഒന്ന് തിരിച്ചടിച്ചാൽ അതിന് മറുപടി കൊടുക്കുവാൻ നമുക്കില്ലാത്ത അവസ്ഥയാണ്. ഭൂമി ഒന്ന് കുലുങ്ങിയാൽ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല. പടിഞ്ഞാറ് കിടക്കുന്ന സമുദ്രം കിഴക്കോട്ട് കയറി അടിച്ചാൽ അതിന് തടയാൻ വലിയ മാർഗങ്ങളൊന്നുമില്ല. കാറ്റ് കൊടുങ്കാറ്റായി മാറിക്കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാൻ യാതൊന്നുമില്ല. അപ്പോൾ പ്രകൃതി ക്ഷോഭിച്ചാൽ നമ്മുടെയൊക്കെ മിടുക്കൊക്കെ അങ്ങ് മാറിപ്പോകുന്ന, നമ്മൾ എത്ര വലിയ മിടുക്കനും എത്ര പ്രശസ്തനും എത്ര സമ്പന്നനാണെങ്കിൽ പോലും നമ്മുടെ ഒരു ഞരമ്പൊന്ന് വലിഞ്ഞാൽ വട്ടം കിടന്നുരുളും മനുഷ്യൻ. ആ അഭിമാനമൊക്കെ നമ്മൾ ദൂരെ കളയും, വീഴുന്നിടത്ത് കിടന്നുരുളും. അതിനൊന്നും അധികം സമയം വേണ്ടി വരില്ലാത്തൊരു കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ശരിയായ ഈശ്വരബോധം നമുക്കുണ്ടാകണം. മറ്റുള്ളവരെ പറയുന്നത് മുഴുവൻ കേൾക്കാതെ, അതായത് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, ഈശ്വരനെ വിളിക്കാൻ പാടില്ല, അനുവേദന കൊണ്ടുവന്നാൽ ഈശ്വരനെ വിളിക്കത്തുള്ളൂ, ദുഃഖം വന്നാൽ ഈശ്വരനെ വിളിക്കത്തുള്ളൂ. അപ്പം എല്ലാം കൊണ്ട് ഈശ്വരൻ എന്ന് പറയുന്നൊരു വസ്തു ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ചൈതന്യമാണ്. അപ്പോൾ ആ ദേവിയുടെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. 9 ദിവസം ഇവിടെ നടക്കുന്ന ഈ ദേവീഭാഗവത നവാഹയജ്ഞത്തിൽ നമുക്കിത്ര ആൾ പോരാ, കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ച് ഇവിടെ വന്നിരുന്നു കൊണ്ട് കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും ദേവിയുടെ മഹത്വങ്ങൾ, വിശേഷങ്ങൾ, അവതാരങ്ങൾ, ശത്രു നിഗ്രഹങ്ങൾ, ധർമ്മരക്ഷ, ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുക, മാതാപിതാക്കൾ കുട്ടികളെ ഉപദ്രവിക്കുക, കൊല്ലുക, നശിപ്പിക്കുക, ഇങ്ങനെ സംഹാരമൂർത്തികളായി നമ്മുടെയൊക്കെ ഭവനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ രക്ഷ നേടുവാൻ ഇതുപോലുള്ള മഹായജ്ഞങ്ങൾ മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ശരിയായ മാർഗത്തിലോട്ട് നീങ്ങുകയുള്ളൂ. മനുഷ്യരായി മുമ്പോട്ട് പോകുന്ന നമ്മൾ മഹിഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ രക്ഷ നേടുവാൻ പരാശക്തിയായ അമ്മയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ആപത്തുകയും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായാം. ആപത്ത് കാലത്ത് അമ്മയുടെ പാദങ്ങളിലോട്ട് വീണ്ടും കൊള്ളുവാൻ, അവിടോട്ട് ആശ്രയിച്ചു കൊള്ളുവാനാണ് പുരാണങ്ങളെല്ലാം പറയുന്നത്. ഈ സംസാര സാഗരത്തെ തരണം ചെയ്യുവാൻ, ഈ ജീവിത മഹാസമുദ്രത്തെ തരണം ചെയ്യുവാൻ പറ്റിയ വള്ളമാണ്, വഞ്ചിയാണ്, തടിയാണ്, പൊങ്ങുതടിയാണ് ദേവിയുടെ പാദം. വളരെ സുരക്ഷിതമായിട്ട് ഈ മഹാസമുദ്രത്തിൻ്റെ അക്കരെ എത്തുവാൻ സാധിക്കും. തിമിംഗലങ്ങളോ തിരമാലകളോ കൊടുങ്കാറ്റോ കരിമ്പാറക്കൂട്ടോ ഒന്നും നമുക്ക് ബാധകമല്ല. വളരെ സുരക്ഷിതമായിട്ട് ഈ സംസാര മഹാസാഗരത്തിൻ്റെ അക്കരെ എത്തുവാൻ പറ്റിയ വള്ളമാണ് അമ്മയുടെ പാദം. അവിടെ ആശ്രയിച്ചു കൊണ്ടാൽ മറ്റൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. വളരെ എളിമയോടുകൂടി, വിനയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുവാനും മറ്റുള്ളവരെ ആദരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. പരസ്പരം ബഹുമാനിക്കുവാനും ആരെയും നിന്ദിക്കുവാനും നമുക്ക് പാടില്ല. എല്ലാം ഈശ്വരൻ്റെ ഭാവമാണ്.
അതാണ് ഒന്നിൽ ആത്മാവ് കാണപ്പെടുന്ന ഒന്ന് കാണുമ്പോൾ കാണാം ഭഗവാൻ എന്നാണ്. ഇങ്ങോട്ട് തൊടുമ്പോൾ അങ്ങോട്ടും തൊടണം. കാരണം നിങ്ങളിൽ എന്നിലും കുടികൊള്ളുന്ന ഒരേ ചൈതന്യമാണ്. അത് ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ ഒക്കെ അപ്പുറമാണ്. മനുഷ്യൻ്റെ വികാര വിചാര വിഷയങ്ങൾക്ക് അപ്പുറമാണ് ഈശ്വരൻ. നമുക്ക് വർണ്ണിക്കുവാൻ സാധിക്കില്ല. 1000 തലയുള്ള അനന്തനും അനന്തശീലമുള്ള വേദങ്ങൾക്ക് പോലും അമ്മയുടെ മഹത്വത്തെ വാട്ടുവാൻ സാധിക്കില്ല. അത്ര മഹത്വമേറിയ വിവാഹയജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. ഈ അവസരം പാഴാക്കി കളയാതെ നിങ്ങളെല്ലാം ഇവിടെ വന്നിരുന്നു കൊണ്ട് ഇത് കേൾക്കുവാൻ, അമ്മയുടെ അനുഗ്രഹം മേടിക്കുവാൻ ഒക്കെ സാധിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാകട്ടെ. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റി സർവ്വനിയാമികയായ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. വിപുലമായ പ്രസംഗങ്ങൾ ആവശ്യമില്ല. പ്രത്യേകിച്ച് ഒരല്പ അസുഖമുണ്ട്, പനിയുടെ ഒരു കോളുള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പോകേണ്ടതും കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മോൾ വരുന്നു. ചന്ദ്രശേഖരൻ നായർ ശ്രീകുമാർ പുലിക്കൂടിനെ പൊന്നാട അണിയിക്കുന്നു. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ഈ അനുഗ്രഹ പ്രഭാഷണത്തിന് എന്നെ മുന്നേ വിളിച്ചെങ്കിൽ ഇവിടെ വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളുണ്ട്. എനിക്കിനി 9 ദിവസം പറയാൻ സമയമുണ്ട്. 9 ദിവസം എനിക്ക് പൂർണ്ണമായിട്ട് സമയമുണ്ട്. അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സമയം ഒഴിച്ചു കൊടുക്കുകയാണ്. ദേവീ ഭാഗവതം എന്നെക്കുറിച്ച് ആധികാരികമായിട്ട് മുഖ്യ കാര്യദർശി ചക്കുളത്തുകാവിൽ രാധാകൃഷ്ണൻ തിരുമേനി പറയുകയുണ്ടായി. എല്ലാത്തിനും കാരണസ്വരൂപയാണ് ഇരിക്കുന്ന ഭഗവതി. അല്ലെ, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇതാണല്ലോ എല്ലാ വ്യക്തികളിലും എല്ലാ ജീവജാലങ്ങളിലും ലീനമായിരിക്കുന്നത്. ആ ഇച്ഛാശക്തി ജ്ഞാനശക്തി ഇല്ലെങ്കിൽ ഒരുവരും അവനവൻ്റേതായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാനും അനുഭവിക്കുവാനും അത് ആസ്വദിക്കുവാനും സാധിക്കത്തില്ലെന്ന്. അപ്പോൾ അതിന് മൂലപ്രകൃതിയായിരിക്കുന്ന ഭഗവതിയാണ് എല്ലാം കാരണം ആയി മാറിയിരിക്കുന്നത്. അപ്പോൾ ആ ദേവിയുടെ ചരിതങ്ങൾ ഈ 9 ദിവസം ഇവിടെ പാരായണം ചെയ്യും. ഇതിൻ്റെ യഥാവിധിയുള്ള പൂജകൾ, കുറച്ച് പൂജകൾ മുഴുവനും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ കലികാലത്തിൽ നമുക്കാർക്കും പറ്റത്തില്ല. പിന്നെ ആചാര്യൻ ഒരു കാര്യം പറഞ്ഞിട്ട് കാലദേശാവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. കാലവും ദേശവും അവസ്ഥ അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ യഥാവിധി ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ദേവിയിലെ ദൃഢമായിരിക്കുന്ന വിശ്വാസവും ഭക്തിയും കൂട്ടി ഉറപ്പിക്കാനാണ് ഈ യജ്ഞത്തിൻ്റെ ഫലങ്ങൾ നമ്മുടെ വീട്ടിലേക്ക്, ഭവനങ്ങളിലേക്ക് എത്തിച്ചേരാൻ, ഭവനങ്ങളിൽ നിന്ന് നാട്ടിലേക്ക്, പിന്നെ ലോകത്തിന് മുഴുവനും. അതാണ് യജ്ഞത്തിൻ്റെ ഗുണം. നമുക്ക് 4 യുഗങ്ങൾ അവതരിക്കുന്നത്. കൃതയുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ അങ്ങോട്ട് 3-4 യുഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കലിയുഗത്തിലാണ് പ്രാധാന്യം. കൃതയുഗത്തിലെ നമ്മളൊക്കെ തപസ്സുകളായിരുന്നു. ത്രേതായുഗത്തിലെ യാഗം നടന്നു. ദ്വാപരയുഗത്തിലെ ക്ഷേത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ടായി. ഇത് 3ഉം കൂടെ ചേർന്നെങ്കിൽ മാത്രമേ കലികാലത്ത് ഗുണങ്ങളുണ്ട്. അപ്പം നാമജപം വേണം, യാഗം വേണം, പൂജ വേണം, മന്ത്രജപം വേണം, ധ്യാനം വേണം, എല്ലാം വേണം. അപ്പോൾ അതിൻ്റെ ഗുണവിശേഷങ്ങളെ പൂർണ്ണമായി എടുത്ത് കാണിക്കുകയാണ് ദേവി ഭാഗവതം. മറ്റുള്ള പുരാണങ്ങളിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമാണ്. മറ്റ് ഭാഗവതത്തിൽ 10 വിധ ലക്ഷണം, പക്ഷേ മറ്റുള്ള പുരാണങ്ങൾക്ക് 5 വിധ ലക്ഷണമാണ്. അപ്പോൾ ആ ലക്ഷണങ്ങളെക്കുറിച്ച് അധികാരപ്പെടുത്തിയാണ് ദേവി ഭാഗവതം പ്രതിപാദിക്കുന്നത്. അതൊക്കെ നമുക്ക് 9 ദിവസം ആ കഥകൾ പറയും, അതിൻ്റേതായിരിക്കുന്ന പ്രതിപാദ്യ വിഷയങ്ങളെ വിശകലനം ചെയ്യും, നമുക്ക് ചെയ്യാൻ അതിനുള്ള സമയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ഒരു അധ്യായം പറഞ്ഞിട്ട് ഞാൻ അവർക്ക് അവസരം കൊടുക്കാം. അത് കൃതവാക്ക് എന്ന മുനിശ്രേഷ്ഠന് അദ്ദേഹം വിവാഹം കഴിച്ചു, യാഗതൽപരനാണ്. അദ്ദേഹത്തിന് സന്താനം ജനിച്ചു. സന്താനം ജനിച്ചത് രേവതി നക്ഷത്രത്തിലാണ്. ഈ രേവതി നക്ഷത്രത്തിൻ്റെ കണ്ണാന്തത്തിലാണ് ജനിച്ചത്. ആ കണ്ണാന്തത്തിൽ ജനിച്ചതുകൊണ്ട് മാതാപിതാക്കൾക്ക് ദുരിതമായിതാണ്. അങ്ങനായി രേവതി നക്ഷത്രക്കാരിൽ വിഷമിക്കേണ്ട. എല്ലാ നാളിലും ഉണ്ട് ചില ദോഷങ്ങളൊക്കെ. ഈ രേവതി നക്ഷത്രത്തിൽ പ്രത്യേകമായിരിക്കുന്ന ചില വിഷയമുണ്ട്. അപ്പോൾ ഈ കണ്ണാന്തത്തിൽ ജനിച്ചതുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കൾക്കാണ് ദുരിതം വന്നിരിക്കുന്നത്. പ്രായമായി കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്വഭാവങ്ങളൊക്കെ മാറി. മദ്യപാനം, മറ്റുള്ള ചേഷ്ടിതങ്ങളൊക്കെ ഉണ്ടായി. ഒരു ബ്രാഹ്മണ വേളി നടക്കുമ്പോൾ വേളിയിൽ നിന്നും ബലാത്കാരമായി പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നു. മാതാപിതാക്കൾക്ക് ദുഃഖമായി കഴിഞ്ഞപ്പോൾ അവർ മുട്ടവനായിരിക്കുന്ന ജ്യോത്സ്യനെ പോയി കണ്ടു.
ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ദുരിതങ്ങളാണ്, അവനിങ്ങനെയൊക്കെ കുഴപ്പങ്ങളാണൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇത് അവൻ്റെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പമില്ല, അവൻ ജനിച്ചിരിക്കുന്നത് ആ കുഴപ്പത്തില്ല. അപ്പോൾ ഓരോരുത്തരും ജനിച്ചിരിക്കുന്ന ഓരോ സമയമുണ്ട്. ആ സമയത്തിൻ്റെ അനുസരിച്ചുള്ള ഗുണവിശേഷങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിനെ മാറ്റിമറിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ? ഈശ്വര ഭജനമേ ഉള്ളൂ, അതിനുള്ള പരിഹാരമുള്ളൂ. അപ്പോൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ കൃതമാക്കുന്ന മുനിശ്രേഷ്ഠൻ മേളിലോട്ട് നോക്കി ചന്ദ്രവീതിയിൽ ഈ രേവതി നക്ഷത്രം ഉണ്ടായിരുന്നു. നക്ഷത്രത്തെ ശപിച്ചു, നീ ഭൂമിയിലേക്ക് നിലംപതിക്കട്ടെ. ഇത് വീണത് കുമതപർവ്വത്തിലാണ്. കുമതപർവ്വത്തിൽ ഒരു കൊച്ചു കുഞ്ഞായി ഭവിക്കപ്പെട്ടു. ആ സമയത്താണ് പ്രമുജ മുനി ആ പർവ്വതത്തിലേക്ക് ചെല്ലുന്നത്. ഈ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആരും ഇവിടെ ആധാരമായിട്ടില്ലേ, ഈ കുഞ്ഞ് ആരുടേതാണ്, എവിടുന്ന് ഒന്ന് ഇങ്ങനെയൊന്നൊക്കെ വിളിച്ചു ചോദിച്ചു. ആരും അനക്കമില്ല. ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് വളർത്തി വലുതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രാരബ്ധം ഏറ്റെടുത്തിരിക്കുക, ഇനി ആരെങ്കിലും ഏൽപ്പിക്കണ്ടേ. അങ്ങനെ വിഷമിച്ചപ്പോൾ അദ്ദേഹം, അവരൊക്കെ അഗ്നിപൂജകരാണല്ലോ, സന്യാസിമാരും ഋഷീശ്വരന്മാരും ബ്രാഹ്മണരും ഒക്കെ അഗ്നിയെ ഉപാസിക്കുന്നവരാണ്. അപ്പോൾ അഗ്നി ഭഗവാനെ ഉപാസിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, അധികം താമസിക്കാതെ നിന്റെ ഭവനത്തിൽ പ്രിയ എന്ന് പറഞ്ഞ് വിളിക്കും. ആരാന്ന് ചോദിച്ചാൽ കാടിന്ത്യയുടെ ജഡരത്തിൽ ജനിച്ച വിക്രമവീരൻ എന്ന് പറയുന്ന രാജശ്രേഷ്ഠൻ. അദ്ദേഹം വന്നു, പ്രിയ എന്ന് വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ കാത്തിരിക്കുമല്ലോ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട്. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചാൽ അല്ല, നീ പ്രിയ എന്ന് വിളിച്ചത് ആരാ? എൻ്റെ മകളെ. അപ്പോൾ നിനക്ക് പ്രിയപ്പെട്ടവൾ എൻ്റെ മകളാണ്, നിന്നെ വിവാഹം കഴിക്കണം. രണ്ടുപേർക്കും ഇഷ്ടമായി, ഞാൻ ചുരുക്കമാണ്. അപ്പോൾ പറഞ്ഞു, മകള് പറഞ്ഞു, എനിക്കൊരു നിർബന്ധം. അതെന്താ? രേവതി നക്ഷത്രത്തിലായിരിക്കണം എൻ്റെ കല്യാണം നടക്കട്ടെ. അപ്പോൾ പറഞ്ഞ്, മകളെ അത് നക്ഷത്രം അവിടെ ഇല്ലല്ലോ, ശപിച്ചിരിക്കുമല്ലേ, താഴെ പോന്നിരിക്കുക. എന്തുകൊണ്ട് അദ്ദേഹത്തിനെ പോലെ തപശക്തിയുള്ള ആളല്ലേ അങ്ങേക്കും സ്ഥാപിക്കാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രവീതിയിൽ ആ നക്ഷത്രത്തെ സ്ഥാപിച്ചിട്ട് വിവാഹം നടത്തി. എന്നിട്ട് ഈ നക്ഷത്രത്തിന് വലിയൊരു അനുഗ്രഹം കൊടുത്തു. ഏതൊരു സൽക്കർമ്മത്തിനും ഈ രേവതി നക്ഷത്രം ഉപകാരമാണ്. കൊടുക്കവാങ്ങലിനും യാത്ര പോകുന്നതിനും വിവാഹത്തിനും പ്രതിഷ്ഠയ്ക്കും എന്തിനും ഈ രേവതി നക്ഷത്രം ഉത്തമമാണെന്നൊരു അനുഗ്രഹം കൊടുത്തു. അങ്ങനെ ഒരധ്യായമുള്ളതാണ്. ബാക്കി അധ്യായങ്ങളൊക്കെ നാളെ പറയാം. വേദിയിലേക്ക് മനുഷ്യരുണ്ടല്ലോ, അവരെയൊക്കെ ഈ പ്രസംഗിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് വെച്ചുകൊണ്ട് ഇന്ത്യയുടെ വാക്ക് സമർപ്പിക്കുന്നു. ഓം നമഃ ശിവായ. അധ്യക്ഷൻ രുദ്രദീപ പ്രകാശനം നടത്തിയ ചക്രവർത്താവ് രാധാകൃഷ്ണൻ ഗുരുജി, യജ്ഞ ആചാര്യൻ, ഇവരിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ, ഒരു ആധ്യാത്മിക പ്രഭാഷണമോ അതിനെക്കുറിച്ചൊന്നും പറയാൻ അത്ര ആളല്ല. എങ്കിലും എനിക്ക് ഇങ്ങോട്ട് പറയുവാനുള്ളത്, നമ്മുടെ ഈ ആരാധനാലയങ്ങളെല്ലാം തന്നെ, ക്ഷേത്രമായാലും പള്ളിയായാലും മുസ്ലിം പള്ളികളൊക്കെ ആണെങ്കിലും, നമ്മുടെ ഈ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ നമ്മളെല്ലാം നേർവഴിക്ക് നയിക്കുന്നതിന് വേണ്ടി, മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടിയുള്ളതാണ്. അതുപോലെ അറിവ് പകരുന്നതിനും നമ്മളെ സദാചാരബോധം ഉള്ളവരാക്കുന്നതിനും വേണ്ടി ഇതുപോലെയുള്ള യജ്ഞങ്ങൾ, സപ്താഹവും അതുപോലെ നവാഹ യജ്ഞങ്ങളും ഒക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ മഹദ്വേദിയിൽ സന്നിഹിതരാകുകയും ആവോളം അത് നുകരുകയും അർത്ഥവത്തായ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുകയും ആ രീതിയിലൊക്കെ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ യാതൊരു അല്ലലും ദുഃഖവും ഇല്ലാതെ നേർവഴിക്ക് നമുക്ക് നടക്കുവാൻ സാധിക്കും. അമ്മ, എൻ്റെ അമ്മ, ഇവിടുത്തെ അമ്മ എപ്പോഴും പറയും, ഇവിടുത്തെ ആ ഒരു ആത്മബന്ധം അതിൻ്റെ പർണശാലകളായിരുന്നു അവരെല്ലാം. ആ പർണശാലകളായിരുന്നു വിദ്യാഭ്യാസം. അപ്പം വലിയ അരയാലിൻ്റെ ചൂടിലായിരുന്നുള്ള ആ സങ്കേതത്തിലായിരുന്നു വിദ്യാഭ്യാസം നൽകിയിരുന്നത്. അധ്യക്ഷതയിലിരിക്കുന്ന പ്രമുഖരെ, കാരണം എൻ്റെ ഒരു വിശ്വാസം വെച്ച് പറയുകയാണെങ്കിൽ, ഈശ്വരവിശ്വാസം എന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് ആദ്യം ആരംഭിക്കുന്ന അവിടെ നിന്ന് ആരംഭിക്കുക. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ നമ്മുടെ മാതാപിതാക്കളും മറ്റുള്ളവരും പ്രാർത്ഥിക്കുന്നത് കണ്ടാണ്. ടെസ്റ്റുകളായിട്ടൊക്കെ നിയന്ത്രിച്ച് നടന്നു പോകുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ ഉണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഏറ്റവും കൂടുതൽ കഴിയുന്ന ക്ഷേത്രങ്ങൾ കുടുംബക്ഷേത്രങ്ങളോ പോലെ പ്രൈവറ്റ് ദിവസങ്ങളാണ്. നമസ്കാരം. വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികളെ, ഇന്ന് ഇങ്ങനെ ഈ ഒരു പരിപാടിയിലേക്ക്
വിശ്വകർമ്മ സമുദായത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് എന്നെ ക്ഷണിച്ചാൽ ഈ ക്ഷേത്രം ഭാരവാഹികൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനൊരു കൂടുതൽ പ്രസംഗത്തിനോ പ്രാസംഗികമോ അല്ല, ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആ ഭഗവതിയുടെ പേരിൽ അടുത്ത നാളെ തൊട്ട് നമുക്ക് നവാഹ യജ്ഞങ്ങൾ നടക്കുകയാണ്. ഇതിൽ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു ഭദ്രദീപ പ്രകാശത്തിന് വേണ്ടിയിട്ട് ഒരു സമ്മേളനം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒത്തിരി അക്ഷീണം പ്രവർത്തിച്ച ഒത്തിരി വ്യക്തികളുണ്ട്. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ഒത്തിരി പേരുണ്ട്.